നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സിയോട് തോൽക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല, അത്ര മോശം കാര്യമല്ല. പറയുന്നത് വെർജിൽ വാൻ ഡൈക്കാണ്. ഇപ്പോൾ നമുക്കറിയാം, മെസ്സിയോട് ഫിഫ ബെസ്റ്റിനുള്ള പോരാട്ടത്തിൽ ടൈ ബ്രേക്കറിലാണ് എർലിംഗ് ഹാലൻഡ് തോറ്റതെങ്കിൽ നേരത്തെ ഒരു ബാലൻഡിയോർ പുരസ്കാരത്തിനായിട്ടുള്ള മത്സരത്തിൽ മെസ്സിയോട് 7 പോയിന്റിലാണ് വെർജിൽ വാൻ ഡൈക്ക് തോറ്റിരുന്നത്. അത് 2019 സംഭവിച്ചതാണ്. അതിനെക്കുറിച്ച് ലേക്യുപ്പുമായിട്ട് നടത്തിയ സംഭാഷണത്തിലാണ് വെർജിൽ വാൻ ഡൈക്ക് ചില കാര്യങ്ങൾ പറയുന്നത്. നമുക്കറിയാം, ലേക്യുപ്പ് ഗ്രൂപ്പിൻ്റെതാണ് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ. അവരാണ് ഈ ഗോൾഡൻ ബോൾ, അതായത് ബാലൻഡിയോർ സമ്മാനിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് നടത്തിയിട്ടുള്ള സംഭാഷണത്തിൽ വെർജിൽ വാൻ ഡൈക്ക് പറയുന്നു, ഞാൻ ആ ബാലൻഡിയോർ 2019 ബാലൻഡിയോർ ഡിസേർവ് ചെയ്തിരുന്നെങ്കിൽ ഞാനത് നേടിയിരുന്നേനെ. അങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ കാണുന്നത്. എനിക്ക് അർഹത ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് കിട്ടിയേനെ. കാരണം ഇവിടെ ഈ ലോകത്ത് എല്ലാം സംഭവിക്കുന്നത് ഓരോരോ കാരണങ്ങളുടെ പേരിലാണ്. അതിനൊക്കെ പുറകിൽ ഒരു കാര്യമുണ്ടാവും, കാരണമുണ്ടാവും. ടു ബി ഫ്രാങ്ക് വിത്ത് യു, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഫ്രാങ്കായിട്ട് പറയട്ടെ, മെസ്സിയോട് തോൽക്കുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് വാൻ ഡൈക്ക് പൊട്ടിച്ചിരിക്കുകയാണ്. ഏതായാലും ഇപ്പോഴത്തെ ഹാലൻഡിൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം ആ ഒരു ബാലൻഡിയോർ ഫിഫ ബെസ്റ്റ് പുരസ്കാരം മെസ്സിക്കായിട്ട് അനൗൺസ് ചെയ്യുന്ന ഘട്ടത്തിൽ ഹാലൻഡിൻ്റെ അച്ഛൻ പ്രതികരിച്ചത് എങ്ങനെ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോഴാണ് വാൻ ഡൈക്ക് ഇങ്ങനെ ഒരു പ്രതികരണം ബാലൻഡിയോറുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.